നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാവിലെ അത്യധികം സന്തോഷം തരുന്ന, അതായത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, ഇന്ത്യക്കാരായ ആളുകൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായി, ഒരു പോസിറ്റീവ് വാർത്തയുമായി നമുക്ക് നമ്മുടെ ഈ നേഷൻ ഫസ്റ്റ് ഇന്ന് തുടങ്ങാം. അതായത് പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതൻ എന്നുള്ളതാണ് ആ പോസിറ്റീവ് വാർത്ത. ഇസ്ലാമിക ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പതൈസറും അവരുടെ പിന്തുണക്കാരനുമായ പാകിസ്ഥാനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ മൗലാന മുഹമ്മദ് ഇദ്രിസിനെ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂണയിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ചു കൊന്നു. അപ്പോൾ ഈ രാജ്യസ്നേഹികളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത, സന്തോഷം തരുന്ന ഒരു വാർത്ത രാവിലെ നമ്മുടെ മുഴുവൻ പ്രേക്ഷകരെയും അറിയിക്കുകയാണ്. ഇന്ത്യക്കെതിരെ മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ, ഇന്ത്യക്കെതിരെ വിദ്വേഷം പരത്തുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന വ്യക്തിയായിരുന്നു ഇയാൾ. അപ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി കൊടുത്തു അജ്ഞാതൻ. ഇനി ഇന്ത്യക്ക് എതിരായി ഏത് മണ്ണിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവരുടെ എല്ലാം അവസ്ഥ ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മരണവാർത്ത ഇത്ര സന്തോഷത്തോടെ, പോസിറ്റീവ് വാർത്തയെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതിൻ്റെ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ബംഗാൾ തന്നെയാണ് നമ്മുടെ ചർച്ചയിൽ, നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയിട്ടും 207 സീറ്റുകൾ BJP നേടി. BJPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടും മമതാ ബാനർജി ഇപ്പോഴും പറയുന്നത് താൻ രാജിവെക്കില്ല എന്നുള്ളതാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നീണ്ട കാലം CPIMന്റെ ക്ലച്ചസിലായിരുന്നു ആ സംസ്ഥാനം. പിന്നീട് ഏതാണ്ട് 15 വർഷക്കാലം മമതാ ബാനർജി ഭരിച്ചു മുടിച്ച മണ്ണാണ് ആ സ്ഥലം. അവിടെ നിന്നും രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിലാണ് ബംഗാൾ ജനത BJPയെ തെരഞ്ഞെടുത്തത്. BJPയെ ബംഗാൾ ജനത തിരഞ്ഞെടുത്തതിന് ശേഷവും അധികാരം വിട്ടു നൽകില്ല എന്ന് ഉറച്ചു പറയുകയാണ് മമതാ ബാനർജി. ഇനി അതിൻ്റെ നിയമപരമായ വശങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, അങ്ങനെ മമതാ ബാനർജിക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാതെ അവർക്ക് തുടരാൻ കഴിയുമോ എന്നുള്ളതാണ്. ഭരണഘടനാപരമായി നോക്കിയാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അവർക്ക് BJPക്ക് വേണ്ടി മാറി നൽകേണ്ടി വരും. ഗവർണർക്ക് സ്വാഭാവികമായും അവരെ ആ മന്ത്രിസഭ ഡിസോൾവ് ചെയ്തതിന് ശേഷം പുതിയ ആളെ മന്ത്രിസഭാ രൂപീകരണത്തിനായി ക്ഷണിക്കുകയും ചെയ്യാം. അതാണ് നിയമം. 9-ാം തീയതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തിൽ BJP അവിടെ മന്ത്രിസഭാ രൂപീകരണം, സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അമിത്ഷായാണ് കേന്ദ്ര നിരീക്ഷകനായി അവിടെ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ സംസ്ഥാനം ജയിക്കാൻ അറിയാമെങ്കിൽ മമതാ ബാനർജിയെ പൂപറിക്കുന്ന ലാഘവത്തോടെ എടുത്ത്, നമുക്ക് ഒരു സിനിമയിൽ മോഹൻലാൽ കഥാപാത്രം പറയുന്നുണ്ട്, ഒരു ചേരി ഞാൻ ഒറ്റക്കൊഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അപ്പോൾ പൂപറിക്കുന്ന ലാഘവത്തോടെ ഈ മമതാ ബാനർജിയെ എടുത്ത് മാറ്റി അവിടെ പകരം BJP മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കാൻ അറിയാം. അത് സ്വാഭാവികമായും നടക്കും. മെയ് 9 ഓഗസ്റ്റ് 15 പോലെ, 1947 ഓഗസ്റ്റ് 15 പോലെ ആഘോഷിക്കാൻ പോവുകയാണ് ബംഗാളി ജനത. അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ് BJP സർക്കാർ അധികാരത്തിൽ വരുന്ന മെയ് 9 എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത സംസ്ഥാനം ഉണ്ട് ബംഗാളിനടുത്തായി BJP നേടിയ അസമാണ്. അസമിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റ് വിശേഷങ്ങളും തുടർച്ചയായി ജനം TV ഡൽഹിയിൽ നിന്നും നൽകുന്നുണ്ട്. അവിടെ ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ യാതൊന്നും തന്നെയില്ല. തോറ്റത് തന്നെയാണ്. കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. മാമയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ, ഹിമന്ത ബിശ്വ ശർമ്മ എന്ന സീസൺഡ് പൊളിറ്റീഷ്യന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ, തരുൺ ഗൊഗോയുടെ മകൻ നെപ്പോ കിഡ് ഗൗരവ് ഗൊഗോയ് സമസ്താപരാധം പറഞ്ഞ് അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും അയാൾക്ക് മുന്നിലുള്ള പോംവഴി അത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP 3 അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. മെയ് 8-നാണ് അവിടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതിനോടകം തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ക്ഷണക്കത്ത് എത്തിക്കഴിഞ്ഞു. ആ ക്ഷണക്കത്ത് മെയ് 8-ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ
അവിടെ അവരുടെ പുതിയ മന്ത്രിസഭ, പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, അസമിലും ബംഗാളിലും നടക്കുന്ന സത്യപ്രതിജ്ഞയുടെ എല്ലാവിധ വിവരങ്ങളും എല്ലാവിധ സ്പന്ദനങ്ങളും ജനം ടിവിയിലൂടെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ജനം ടി വി സംഘം അസമിലേക്കും ബംഗാളിലേക്കും പോകുന്നുണ്ട്. രണ്ടിടങ്ങളിൽ നിന്നും നമുക്ക് സത്യപ്രതിജ്ഞയുടെ തത്സമയ ദൃശ്യങ്ങളടക്കം നമുക്ക് നൽകാൻ സാധിക്കും. ജനം ടി വി സംഘം, ഞാനും നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാറും ഇതിനോടകം തന്നെ അവിടേക്ക് പോകുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ലാതെ വളരെ ഭംഗിയായി കാര്യങ്ങൾ അസമിൽ മുന്നോട്ട് പോകുന്നു. അസമിലെ വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അത് BJPയെ സംബന്ധിച്ച് മാത്രമല്ല അസമിൽ, അത് അവിടുത്തെ അസമീസ് ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. 40% ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുള്ള സ്ഥലത്താണ് BJP പടുകൂറ്റൻ വിജയം നേടിയത് എന്നുള്ള കാര്യം എടുത്തു പറയണം. 2 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ ശല്യം അതിഭീകരമായുള്ള സംസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അത് ബംഗാളിനൊപ്പം തന്നെ അസമിലും ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ആ സ്ഥലത്ത് BJP നേടിയ പടുകൂറ്റൻ ജയം ജനാധിപത്യത്തിന് അവിടുത്തെ ജനങ്ങൾ നൽകിയ ഒരു സംഭാവനയെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് പറയുകയും ചെയ്യാം. ആ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മളിവിടെ നിൽക്കുന്ന ഈ സ്ഥലം കൂടി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിജയ് ചൗക്കിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാം. ഈ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ പാർലമെന്റ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ്, നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ നമ്മുടെ പഴയ ഇന്ത്യൻ പാർലമെന്റ് ഒന്ന് കാണിച്ചു തരും. അത് നേരെ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ. കൃഷ്ണകുമാർ കുറച്ചുകൂടി ഇങ്ങോട്ട് നിന്നാൽ അത് കുറെ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഭംഗിയായി കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. കാണുന്നതാണ് നമ്മുടെ പഴയ പാർലമെന്റ്. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അത് ഒരു ആളുകൾക്ക് കാണുന്നതിനും അവിടെ സന്ദർശിക്കുന്നതിനുമൊക്കെയുള്ള ഒരു സ്ഥലമായി മാത്രം മാറ്റിയിരിക്കുകയാണ്. ഇത് അതിൻ്റെ തൊട്ടടുത്തായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇനി നമ്മുടെ വനിതാ സംവരണമൊക്കെ നടപ്പാക്കി കൂടുതൽ ആളുകൾ എത്തിയാൽ അവരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമാണ് നമ്മുടെ പുതിയ പാർലമെന്റ്. അതിൻ്റെ മുകളിൽ അശോകസ്തംഭം അടക്കം നമുക്ക് കാണാം. സെക്യൂരിറ്റി റീസൺസിനെ തുടർന്നാണ് അങ്ങോട്ടേക്ക് കൂടുതലായി ഈ സമയത്ത് നമുക്ക് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ, പഴയ ശ്രീകോവിലും പുതുതായി മാറുന്ന ഇന്ത്യ, കൊളോണിയൽ ഭരണ കാലത്തുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും പുതിയ സ്ഥലത്തേക്ക് മാറുന്ന ഇന്ത്യയുടെ പ്രതീകമായി നമുക്ക് അതും കാണുകയും ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പാർട്ടികൾ ഏതായിരുന്നു എന്ന് പണ്ട് ചോദിച്ചാൽ ഒരുപക്ഷെ BJPയേക്കാൾ എടുത്തു പറയേണ്ട ഒരേ ഒരു പാർട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. എല്ലാ സ്ഥലങ്ങളിലും പരിതാപകരമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായി സമ്പൂർണമായി കോൺഗ്രസ് മാറുകയും ഭൂരിപക്ഷ ജനതയെ കോൺഗ്രസ് കൈവിടുകയും ചെയ്തതാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണം എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപെല്ലാം എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് രാജ്യത്താകമാനം ഹിന്ദു ജനവിഭാഗത്തെ കൈവിട്ട് കോൺഗ്രസ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് നടന്ന അസമിലും ബംഗാളിലും കോൺഗ്രസിനായി മത്സരിച്ച് ജയിച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലിം സ്ഥാനാർത്ഥികൾ ആണ് എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ കണക്കുകൾ അടക്കം നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ്. UDF വൻ വിജയം നേടിയ കേരളത്തിലും ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ആ റിപ്പോർട്ടിലേക്ക് പോയി വരാം. ദേശീയ പാർട്ടിയായ കോൺഗ്രസിൽ ഒരു കാലത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വദ്രയുടെയും കാലത്തെത്തുമ്പോൾ ഭൂരിപക്ഷ ജനതയെ കൈയൊഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. 2014 ശേഷം BJPക്ക് അനുകൂലമായി ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതോടെ കോൺഗ്രസ് അതിന്റെ നിലനിൽപ്പിനായി മുസ്ലിം വോട്ടർമാരിലേക്ക് കൂടുതൽ അടുത്തു. ഇത്തവണ അസമിൽ കോൺഗ്രസ് 126 സീറ്റുകളിൽ
99 എണ്ണത്തിൽ മത്സരിച്ചു. 19 സീറ്റുകൾ ജയിച്ചതിൽ 18 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പശ്ചിമ ബംഗാളിൽ 292 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 2 സീറ്റുകൾ നേടി. രണ്ടും മുസ്ലിം സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ടിക്കറ്റുകൾ നൽകുന്നതാണ് ഈ പ്രവണതയ്ക്ക് കാരണം. UDF വൻ വിജയം നേടിയ കേരളത്തിലും ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നയിക്കുന്ന UDF 140-ൽ 102 സീറ്റുകൾ നേടിയാണ് ഇക്കുറി അധികാരത്തിലെത്തിയത്. അതിൽ മുസ്ലിം ലീഗിന്റേതടക്കം 30 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് 5 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകൾ നേടി. അതിലൊരാൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവസരം നൽകുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഒരു സെക്യുലർ പാർട്ടിയെ സംബന്ധിച്ച് പൂർണ്ണമായും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് എന്ന് പറയേണ്ടി വരും. 2014-ൽ AK ആന്റണി അധ്യക്ഷനായ സമിതി കോൺഗ്രസ് ന്യൂനപക്ഷ കേന്ദ്രീകൃതമാകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പാർട്ടി അത് ഗൗരവത്തിൽ എടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് BJP നേതാക്കളും കോൺഗ്രസിനെ മുസ്ലിം ലീഗ് എന്നാണ് നിലവിൽ വിശേഷിപ്പിക്കുന്നത്. മുൻപ് അസമിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്ന AIUDFന്റെ ബദറുദ്ദീൻ അജ്മലും ഇപ്പോൾ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് മുസ്ലിം ലീഗ് എന്ന പേരിലാണ്. ഒരിക്കൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടിരുന്ന കോൺഗ്രസ് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ഭൂരിപക്ഷ ജനതയെ കൈവിട്ട് കഴിഞ്ഞു. 2026-ലെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഇക്കാര്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസ് എങ്ങനെയാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയെ വഞ്ചിക്കുന്നത് എന്നുള്ള കാര്യത്തിന് നമുക്കൊരു കണക്കുകൾ സഹിതമുള്ള മറുപടിയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ഈ രാജ്യത്തെ കോൺഗ്രസിനെ ഇത്രയും കാലം പിന്തുണച്ചിരുന്ന ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തെ കോൺഗ്രസ് കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. 2014-ൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ AK ആന്റണി ഈ കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് കോൺഗ്രസിന് നൽകിയതാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും ഒരു സൈഡ് ചേർന്ന് പോകരുത് എന്നുള്ളത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയെങ്കിലും കോൺഗ്രസ് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിന്റെ തിരിച്ചടി അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ദേശീയ പ്രസ്ഥാനമായി നിലനിൽക്കണം എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾ ഏവരും തന്നെ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്നതായി കോൺഗ്രസ് മാറരുത്. ഇത് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹവും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഈ ഭാഗത്ത് നിന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അങ്ങ് ദൂരെയായി നമുക്ക് ഒരു കെട്ടിടം കാണാം. അതിൽ സേവാ തീർത്ത് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. നാഗരിക് ദേവോ ഭവ എന്ന അതിൻ്റെ ആപ്തവാക്യം കൂടി അതിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സേവാ തീർത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നേരത്തെ PMO കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ PMO ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവിടെയാണ്. പഴയ കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടത്തിൽ നിന്നും അദ്ദേഹം മാറുന്ന ഇന്ത്യയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അദ്ദേഹത്തിന്റെ പുതിയ ഓഫീസിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതാണ് വിജയ് ചൗക്കിൽ സമീപമായി നമുക്ക് കാണാൻ കഴിയുന്ന സേവാ തീർത്ത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇനി എത്താനുള്ളത് ശബരിമല കേസിലേക്കാണ്. നമുക്കറിയാം, കുറേ നാളുകളായി ശബരിമല കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാദത്തിനിടയിൽ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ടായി. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ യങ് ലോയേഴ്സ് അസോസിയേഷനോട് ചോദിച്ച ചോദ്യമാണ്. അത് ഈ ബില്ലുമായി ബന്ധപ്പെട്ടാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജികളുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ഈ പൊതു താല്പര്യ ഹർജികളിൽ ഒരു പക്ഷേ രാജ്യത്ത് ഈ ശബരിമല കേസോടുകൂടി വളരെ സൂക്ഷ്മമായ പരിശോധന ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും കാലം പൊതു താല്പര്യ ഹർജികൾ ആർക്കും നൽകാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു.
ആ ഒരു സാഹചര്യം മാറി പൊതുതാൽപര്യ ഹർജികൾ ഇനി വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ചു മാത്രം നമ്മുടെ കോടതികൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പൊതുതാൽപര്യ ഹർജികളെ ദുരുപയോഗം ചെയ്യുന്നു വിവിധ സംഘടനകൾ വിവിധ ആളുകൾക്ക് വേണ്ടി എന്നുള്ളതും ഇപ്പോൾ കോടതിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു ശബരിമല കേസിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന നിരീക്ഷണം പരാമർശങ്ങൾ എന്നുള്ളത് ഇന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നും ആ കേസ് നിലവിലുണ്ട്. ഒപ്പം തന്നെ ശബരിമല കേസ് ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ശബരിമല കേസ് ഡസ്റ്റ്ബിന്നിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. ശബരിമല യുവതീ പ്രവേശനം എന്നുള്ളത് അടഞ്ഞ അധ്യായമായി മാറാൻ പോകുന്നു. നമ്മുടെ ഭരണഘടനാ കോടതികൾ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണത്തോടുകൂടി നമ്മുടെ ഭരണഘടനാ കോടതികൾ തന്നെ വളരെ കൃത്യമായ ഒരു കണ്ടെത്തൽ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുകയാണ്. അതായത് വ്യാജ താല്പര്യങ്ങളോടെ പൊതുതാൽപര്യ ഹർജികളുമായി വന്ന് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കോടതികൾ ഇപ്പോൾ കണ്ടെത്തുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവ ഇതിൽ കണ്ടെത്തുന്നത്. അതിനാൽ തന്നെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ എന്താകും സംഭവിക്കുക എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ശബരിമലയിൽ വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന വിധി വരാൻ പോകുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനം എന്നുള്ളത് ചവറ്റുകുട്ടയിലേക്ക് പോകാൻ പോകുന്നു. ഈ യുവതീ പ്രവേശനത്തിന്റെ മറവിൽ അവിടുത്തെ വിശ്വാസികളെ ചവിട്ടിമെതിച്ച ആചാരങ്ങളെ ചവിട്ടിമെതിച്ച വിശ്വാസികൾക്ക് മേൽ നൂറുകണക്കിന് കള്ളക്കേസെടുത്ത ഒരു സർക്കാർ ചവറ്റുകുട്ടയിലേക്ക് പോയ അതേ സമയത്ത് തന്നെയാണ് ഇപ്പോഴിതാ സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി ഈ കേസ് തന്നെ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് കളയാൻ പോകുന്നത് കാലത്തിന്റെ കാവ്യനീതി എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കൂ. ഇതോടുകൂടി നമ്മുടെ നേഷൻ ഫസ്റ്റ് അവസാനിപ്പിക്കാറായിരിക്കുന്നു. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 18 കൂടിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ മുഴുവൻ വാർത്തകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അടക്കം തുടർന്നുള്ള മണിക്കൂറുകളിൽ ജനം TV അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും എത്തിക്കും. വളരെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യങ്ങൾ ബംഗാളിലേതും ശബരിമല കേസുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റ്സ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ജനം TVക്കൊപ്പം തുടരുക. നാളെ വീണ്ടും കാണാം. നേഷൻ ഫസ്റ്റിൽ മറ്റു കുറേയധികം ദേശീയ തലത്തിലുള്ള വിശേഷങ്ങൾ വാർത്തകളുമൊക്കെയായി. അപ്പോൾ നാളെ കാണാം. ഞാൻ എസ് ശ്രീകാന്ത്.